അപ്പൊ ഗൈസ് നമ്മൾ ഇന്നിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ടാറ്റയുടെ പഞ്ചിന്റെ ഇവിയുടെ കിടിലം വിശേഷങ്ങൾ നോക്കിയാലോ. വെറും 9.5 സെക്കൻഡ് കൊണ്ടുണ്ടല്ലോ 0 to 100 അടിക്കുന്ന ഹെവി രാജാവ് എന്ന് പറഞ്ഞ ഹെവി രാജാവ് കേട്ടാ. നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ പഞ്ച് ഇവിയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണേ. എങ്ങനെയുണ്ട് സാധനം? ടോട്ടലി ഡിഫറെന്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ലുക്ക് ആട്ടാ. ഇതാണ് ഗൈസ് ചെക്കൻ്റെ റിമോട്ട് കേട്ടാ. ലോക്ക് അൺലോക്ക്, നമ്മുടെ ഹെഡ്ലൈറ്റ് കത്തിക്കാനുള്ള ഒരു സ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്. ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ഒരു ഗുഡ് ബൈ നോട്ടും വെൽക്കം നോട്ട് കാണിച്ചു തരാം. ഇത് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഇനി ഗുഡ് ബൈ നോട്ട് കാണിച്ചു തരാടാ. ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഇനി ചാർജിങ് ടൈമിൽ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് കാണാം. ഫ്രണ്ട് വശത്താണ് ചാർജറായിട്ട് വരുന്നത്. ചാർജിങ് സംവിധാനം, ചാർജർ കുത്താനുള്ള സംവിധാനം. വണ്ടിയുടെ ലുക്ക് ടോട്ടലി മാറിയില്ല. ഒരു നെക്സോണിന്റെ കട്ട് എവിടെയൊക്കെയോ ഉണ്ടെങ്കിലും പക്ഷെ പഞ്ച് തന്നെയാണ് നമ്മുടെ വണ്ടി. ഡുവൽ ടോൺ ആയിട്ടാണ് വന്നേക്കുന്നത്. വാഹനം 2 റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ട് വരാം. ഒന്ന് ഷോർട്ട് റേഞ്ചും പിന്നെ ലോങ് റേഞ്ച് ആയിട്ട്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഏറ്റവും പുതിയ പഞ്ചിന്റെ ഫ്രണ്ട് ഇല്ലേ, അതായത് ഫ്രണ്ടിലത്തെ ബോണറ്റ്, അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ നോക്കാം. ഫ്രണ്ടിലത്തെ ആ DRL ഇല്ലേ, ആ DRL തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണം. സ്വീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. ടാറ്റയുടെ ഇവിയുടെ കാലം തുടങ്ങിയിട്ടോ ഫുള്ളി EV വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കണത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കി തുടങ്ങുമ്പോണ്ടല്ലോ ആ DRL ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ DRL തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ടാറ്റയുടെ ഒരു ലോഗോ ഒരു കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഒരു വൈറ്റ് ടോൺ ആയിട്ടാണ് വന്നേക്കണത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ടുള്ള ഹെഡ് ലാമ്പും താഴെ നമ്മുടെ ഫോഗ് ലാമ്പും, അതിന്റെ താഴെ ഒരു എയർ കട്ടിങ്ങിന്റെ ഒരു പ്ലേസും കൊടുത്തിട്ടുണ്ട്. ആ ഹെഡ് ലാമ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്ലാക്ക് ലൈൻ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ പോയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മുടെ 360 ഡിഗ്രിയുടെ ക്യാമറയും ഫ്രണ്ട് സെൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഏറ്റവും മുന്തിയനാട്ടാ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചല്ലേ, താഴത്തെ എയർ ഡാമും കാര്യങ്ങളൊക്കെ ടോട്ടലി ഡിഫറെന്റ് ലുക്കായിട്ടുണ്ട്. റിയൽ മസിൽമാൻ. ടാറ്റയുടെ വാഹനത്തിന്റെ സേഫ്റ്റിയെ കുറിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. 5 സ്റ്റാർ സേഫ്റ്റി വിട്ടൊരു കളിയില്ലാട്ടാ. നമ്മുടെ കോ ഡ്രൈവറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വലിയ വീലാർച്ച് കാണാം. ആ ഒരു താഴത്തെ ക്ലാഡിങ്സ് ഇങ്ങനെ അറ്റം വരെ പോയിട്ടുണ്ട്. R16 ഒരു ഡയമണ്ട് കട്ട ലെവൽസ് വരുന്നുണ്ട്. ഈ ഒരു ലെവൽസിന്റെ ആ ഒരു ടോൺ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഒരു ബ്ലാക്കിഷ് ടോണും അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രോം ഫിനിഷ് ആയിട്ടാണ് വന്നേക്കണേ. ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെന്റിൽ, അതായത് ടാറ്റയുടെ ഈ വെഹിക്കിൾസിന്റെ ഈ ഒരു സെഗ്മെന്റിൽ 4 വീൽസും ഡിസ്ക് ആയിട്ട് വന്നാണ്. എങ്ങനെയുണ്ട്? പൊളിച്ചിട്ടില്ലേ? ഇത് ലോങ് റേഞ്ചിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ആ ഷോർട്ട് റേഞ്ചിൽ അത് വരുന്നില്ല. ഒരു പിയാനോ ബ്ലാക്ക് മിറർ വരുന്നുണ്ട്. അതിൽ താഴെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷന്റെ മറ്റേ ക്യാമറ വരുന്നുണ്ട്. ഇവിടെ .EV എന്നുള്ള ബാഡ്ജിങ് കാണാം. അത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്താണ്. മുകളിൽ ഡുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിലായിട്ടാണ് വന്നേക്കണേ. താഴത്തെ ക്ലാഡിങ്സിന്റെ ഒക്കെ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടാണ് വാഹനം കൊണ്ടുവന്നേക്കുന്നത്. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3757 mm, വിഡ്ത്ത് എന്ന് പറയുന്നത് 1742 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 1637 mm ആണ്. ഇതാണ് ബാക്ക് ഡോർ തുറക്കാനുള്ള ഒരു പൊസിഷനിങ് വരുന്നത്. ഈ ഒരു പെയിന്റിന്റെ ക്വാളിറ്റിയിലും നമുക്കൊരു ഡിഫറൻസ് കാണാം. വൈറ്റ് ആണെന്ന് ചോദിച്ചാൽ പക്ക വൈറ്റ് അല്ലാട്ടാ, ഒരു ഡിഫറൻസ്. A പില്ലറും B പില്ലറും C പില്ലറും ഒക്കെ ഒരു ബ്ലാക്ക് സ്റ്റോൺ ആയിട്ടാണ് വന്നേക്കണത്. ബാക്കിലും നമുക്ക് ആ ഡിസ്ക് ബ്രേക്കിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ബാക്കിലത്തെ സസ്പെൻഷനൊക്കെ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടാണ് വന്നത്. സെമി ഇൻഡിപെൻഡന്റ് ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആൻഡ് ഷോക്ക് അബ്സോർബർ ആണ് ബാക്കിലത്തെ സസ്പെൻഷൻ. മുകളിൽ ഒരു ഷാർക്ക് പിൻ ആന്റിന കാണാം. ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. പിന്നെ താഴത്തേക്ക് ഡീഫോഗർ, വൈപ്പർ കണ്ടില്ലേ? ഇവിടെ നമുക്കൊരു വോക്കൽ ലോക്കൽ എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടില്ലേ സംഭവം? എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ടൊരു കളറാട്ടോ ഈ ടാറ്റയുടെ പഞ്ചിന്റെ ഈ EVയുടെ കളറ്. ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഒരു ട്യൂബ് പോലെ ആയിട്ടാണ് വന്നേക്കണം. ഇതിന് മുമ്പുള്ള പഞ്ചിലുള്ള ആ സെയിം ബ്രേക്ക് ലൈറ്റ് ആണ്, പക്ഷെ ഒരു സ്മോക്കി ടൈപ്പ് ഒന്ന് കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ സെന്ററിൽ ടാറ്റയുടെ ലോഗോ ടോട്ടലി ചേഞ്ച് ആയിട്ടാണ് വന്നേക്കണത്, അതിന്റെ കളർ ടോൺ. പിന്നെ 360 ഡിഗ്രി ക്യാമറ, പഞ്ച് എന്നുള്ള ഒരു ബ്ലാക്ക് സ്റ്റോൺ ആക്കിയിട്ടുണ്ട്, പഞ്ച് EV എന്നുള്ളത്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, താഴത്തെ സ്കിഡ് പ്ലേറ്റ് ഒക്കെ ഒരു സിൽവർ ടോൺ ആയിട്ടാണ് വന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു നൈസ് ആയിട്ടുള്ള ഒരു ആരോ ഷേപ്സ് കാണാൻ സാധിക്കും. വാഹനത്തിന്റെ ലുക്ക് ഇങ്ങനെ ഓവറോൾ പൊളിച്ചിട്ടില്ലേ? ഇനി വീൽ ബേസ് എന്ന് പറയുന്നത് 2445 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm വരുന്നത്. പടച്ചില്ലേ? ഇനി ബൂട്ട് സ്പേസ് ഒന്ന് നോക്കിയാലോ. ഒരു പാർസൽ ട്രേ കാണാം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഈ വാഹനത്തിൽ സ്പെയർ ടയർ അവൈലബിൾ അല്ല കേട്ടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചർ കിറ്റാണ് ഇപ്പൊ സ്പെയർ ടയറിന്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് കൊടുത്താണ്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് വന്നത്. നമുക്ക് താഴെ തുറന്നു നോക്കാൻ എന്തൊക്കെയുള്ളതെന്ന് കണ്ടില്ലേ? ഫുൾ കിറ്റുകളാണ് വരുന്നത്. ടൂൾ കിറ്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്.
അതിന്റെ പകരം പഞ്ചർ കിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഏത് സ്പെയർ ടയറിന് പകരം. ഇനി ഇങ്ങനെ വലിച്ചടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കൈവച്ചിട്ട് അങ്ങനെ അടയ്ക്കാം. താഴത്തെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ മിക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. വാഹനം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് EV ഇറക്കിയേക്കുന്നത്. ലോങ് റേഞ്ചും ഷോർട്ട് റേഞ്ചിലും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ടോൺ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. മിറർ ക്ലോസിങ്, മിറർ അഡ്ജസ്റ്റ്മെന്റിന്റെ സ്വിച്ച്, പവർ വിൻഡോന്റെ സ്വിച്ചുകളും കാര്യങ്ങളും കാണാം. ഇവിടെ ഒരു വൈറ്റ് ടോൺ ആയിട്ടാണ് വന്നത്. താഴത്തെ അംബർല ഹോൾഡർ, അതുപോലെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ. പിന്നെ JBLന്റെ കിടിലം മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റിന്റെ ആ സ്വിച്ചും കാര്യങ്ങളും ഇവിടെ കാണാം കേട്ടോ. പിന്നെ സീറ്റ്, നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇലക്ട്രിക്കലെല്ലാം മാനുവൽ ആയിട്ട് വരുന്നത്. സീറ്റുകളെല്ലാം ഡോട്ട് ഇട്ടേക്കുന്നത് അറിയാലോ, വെന്റിലേറ്റഡ് സീറ്റിന്റെ ഭാഗമായിട്ടാണ് വന്നത്. ഹെഡ് റെസ്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി കൂടിയ ഐറ്റം വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. ഇനി ഇന്റീരിയറിൽ കയറി വരുമ്പോണ്ടല്ലോ, ആ സ്റ്റീറിങ്ങും അതുപോലെ തന്നെ ക്ലസ്റ്ററിന്റെ ലെവല്, എൻ്റെ മോനെ സിനിമാറ്റിക് ലെവൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ കേട്ടാ. ഞാനിപ്പോൾ ഓണാക്കുമ്പോൾ കാണിച്ചു തരാം ആ സിനിമാറ്റിക് ലെവലിന്റെ ക്ലസ്റ്ററിന്റെ ക്വാളിറ്റി. നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്. നോക്കിയേ, ഒരു 26 സെന്റിമീറ്ററിന്റെ ഒരു കിഡിലൻ ക്ലസ്റ്റർ ആയിട്ടാണ് നമുക്ക് വന്നേക്കണത്. അതിൽ റേഞ്ച് ലെഫ്റ്റിൽ കാണിക്കുന്നുണ്ട് 80 കിലോമീറ്റർ ഓടുന്നു. അത് മാത്രമല്ല, വാഹനത്തിൽ റീജനറേഷൻ 3 മോഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ഒരു പാഡൽ ഷിഫ്റ്റിന്റെ പോലത്തെ സ്വിച്ചുകൾ കാണാം. അതിങ്ങനെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ റീജനറേഷൻ കൂടുന്നതാണ് അതിൽ കാണിക്കുന്നത്, കണ്ടില്ലേ? ഇനി അത് മൈനസ് ചെയ്താലോ, ഫുൾ റീജനറേഷൻ ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റൂട്ടോ വാഹനം. അതൊക്കെ ഒരു നല്ലൊരു ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഹിൽ അസിസ്റ്റ്, ഹിൽ ഡിസെന്റ് കൺട്രോള്, ക്രൂസ് കൺട്രോള്, വോയിസ് അസിസ്റ്റ് കൊണ്ട് നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഹേ ടാറ്റ ഓപ്പൺ സൺറൂഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ആവും. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ്, ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട്. വൈറ്റ് കളറിലായിട്ടാണ് ഹെഡ് ലാമ്പ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഡ്രൈവർക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എപ്പോഴും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഏത് മ്യൂസിക് സിസ്റ്റത്തിന്റെ സ്ക്രീനിലേക്ക് ക്ലസ്റ്ററിൽ തന്നെ മാപ്പ് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഒരു ഇല്യൂമിനേറ്റഡ് ലോഗോ ഞാൻ കാണിച്ചു തരാട്ടെ സ്ക്രീനിൽ. അതായത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഒരു കണ്ട പൊളിച്ചിട്ടില്ലേ. ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ബഡ്ജറ്റ് വൈസ് കാറുകളിൽ കാണാത്ത കിടിലൻ സെറ്റപ്പാണ് നമ്മുടെ വാഹനത്തിൽ വന്നതാണ്. ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ കോൾ എടുക്കാം, കോൾ കട്ട് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്രൂസ് കൺട്രോളിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ആ ഒരു ഐറ്റംസും കാര്യങ്ങളും റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. 26.03 കിടിൽ സിനിമാറ്റിക് സ്ക്രീനാണ് നമ്മുടെ വാഹനത്തിൽ വന്നേക്കണത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇതില് 4 സ്പീക്കറും 2 ട്യൂട്ടറും വരുന്നുണ്ട്. ഹർമൻ ഖാന്റെ മ്യൂസിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അങ്ങോട്ട് നമ്മളങ്ങ് മുഴുകിയിരിക്കും. പിന്നെ മൂഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടമുള്ള കളറിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാണ്ട. അതൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, SOS കോളിംഗ് ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ലേ. പിന്നെ സേഫ്റ്റിയുടെ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഈ ഒരു AC-യുടെ വെന്റിന് ചുറ്റും ഒരു ക്രോം ആവരണം പോയിട്ടുണ്ട്. ഡുവൽ ടോൺ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു പ്ലാസ്റ്റിക് ബ്ലാക്കും സെന്ററിൽ ഒരു വൈറ്റും. പിന്നെ ഫിജിറ്റൽ സ്ക്രീൻ ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ വാഹനം ഓൺ ആയിട്ട് ഇരിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ചാർജിങ്ങിന്റെ ആ പോർട്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല. വാഹനം ഓഫായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ്, അതായത് എൻജിൻ ഓഫായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് ആ ചാർജിങ് തുറക്കുള്ളൂ. ഡിക്കി ഓപ്പൺ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അക്സസ്മെന്റ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. 360 ഡിഗ്രി ക്യാമറ, ആ ഒരു പച്ച ഷീറ്റ് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ സ്ക്രീനിൽ നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ മോനെ എന്തിട്ട ലെവൽ എന്ന് പറഞ്ഞാൽ ലെവലല്ലേ പഠിച്ചിട്ടില്ലേ. ഓരോ സൈഡിലും കിടിലം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കിടിലം ക്വാളിറ്റി ഇതാട്ടാ. 360 ഡിഗ്രി നമ്മുടെ കാറ് ഷോറൂമിന്റെ അകത്ത് കിടക്കണ ക്വാളിറ്റി നോക്കി നിങ്ങൾ. കറക്റ്റ് കാർട്ടൂൺ പോലെയല്ല കേട്ടോ, റിയൽ ആയിട്ടാണ് കാണുന്നത്. ബ്ലൈൻഡ് സ്പോട്ടുകളാട്ടോ അതൊക്കെ. വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതിന്റെ ബ്ലൈൻഡ് സ്പോട്ടിന്റെ ക്യാമറ ഓൺ ആവട്ടോ. ഈ ഐറ്റംസ് മൊത്തം ടച്ചാണ് വരുന്നത്, സിമ്പിൾ ടച്ച്. 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ AC ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ്, എയർ പ്യൂരിഫയർ ഒക്കെ ഇൻബിൽഡ് ആയിട്ട് വാഹനത്തിൽ വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ. പിന്നെ ഓഫാക്കിയിടണമെങ്കിൽ ഓഫാക്കിയിടാം. ഇനി നമുക്ക് താഴ്വശത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചാർജിങ്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ 12 വോൾട്ട് വരുന്നുണ്ട്. C ടൈപ്പ് ചാർജർ വേറെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വാഹനത്തിന്റെ ഗിയർ. ഈ ഒരു റോട്ടറി നോബ് വെച്ചിട്ടാണ് വാഹനത്തിന്റെ ടോട്ടൽ ഗിയറും കാര്യങ്ങളും സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പാർക്ക് വരുന്നുണ്ട്, ഡ്രൈവ്, പിന്നെ നമ്മുടെ നോർമലായിട്ട് ന്യൂട്രൽ ഐറ്റംസ്, റിവേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. റിവേഴ്സ് ഇടുമ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് ആ റിവേഴ്സ് 360 ഡിഗ്രിയുടെ ക്യാമറ കാണാം. ഈ ഒരു ഡ്രൈവ് നോബിന്റെ അകത്തും ഏത് ഗിയറിലാണ് വാഹനം കിടക്കണേന്ന് കാണിക്കുന്നുണ്ട്. പക്കാ ലക്ഷറി വാഹനം എന്ന് വേണേൽ വിളിക്കാം. 17 ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷറി വാഹനം കിട്ടാന്ന് പറഞ്ഞാൽ അതും
400 സംതിങ് റേഞ്ചോട് കൂടി കിട്ടാന്ന് പറഞ്ഞാൽ പൊളിക്കൂട്ടാ. നമ്മുടെ സ്പോർട്സ് ഡ്രൈവ് മോഡ് അത് നമ്മുടെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്, ഇവിടെ ക്ലസ്റ്ററിലും കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് റേഞ്ചുകളും കാര്യങ്ങളും മാറ്റം വരും കേട്ടോ. സ്പോർട്സിലിട്ട് മാക്സിമം ഓടാതിരിക്കുകയാണ് ബെറ്റർ. പിന്നെ എക്കോണമി വരുന്നുണ്ട്, നമ്മുടെ നോർമൽ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡ്രൈവ് മോഡിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, അതായത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇലക്ട്രോണിക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഹോൾഡിന്റെ സ്വിച്ചും കാര്യങ്ങളും കാണാൻ സാധിക്കും കേട്ടോ താഴെ. ഇതൊക്കെയാണ് നമ്മുടെ സെൻട്രൽ കൺസോളിൽ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ വരുന്നത്. ഇതിനു മുമ്പുള്ള നെക്സോണിലും നമുക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഓട്ടോ ഹോൾഡ് നമുക്ക് എനേബിൾ ചെയ്തിടാം. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ലെതർ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ആംബ്രസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചാർജറും കാര്യങ്ങളും വെക്കാം. ഈ ഒരു ഭാഗത്തും വെന്റിലേറ്റഡ് സീറ്റ്, അതായത് കോ ഡ്രൈവറിനും വെന്റിലേഷൻ സീറ്റ് അവൈലബിൾ ആട്ടാ. നമുക്കത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയായിരുന്നു. നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് സീറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു സ്വിച്ച് ബട്ടൺ ഇടുമ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. 3 ലെയറിലാണ് ആ സ്വിച്ച് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഓട്ടോ ഡിമ്മിങ് മിറേഴ്സും കാര്യങ്ങളും ഇവിടെയും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നെ നമ്മുടെ ലൈറ്റ് റീഡിംഗ് ലാമ്പ്, ഇതാണ് SOS കോളിംഗ് ഫംഗ്ഷൻ്റെ. പിന്നെ നമുക്ക് എയർ ബാഗ് ഓഫ് ചെയ്ത് വെക്കാം. ഇതാണ് നോർമൽ സൺറൂഫ്, പനോരമിക് അല്ല. അത്യാവശ്യം ഒരാൾക്ക് കയറി സിമ്പിളായിട്ട് നിൽക്കാൻ പറ്റും ബാക്കിലത്തെ സീറ്റിൽ നിന്നിട്ടാണ്. പിന്നെ ആ ഒരു ഗ്ലാസ് ഇങ്ങനെ വന്ന് അടയുമ്പോൾ നമ്മുടെ ബാക്കിലത്തെ ഷീറ്റും അതേപോലെ തന്നെ വേണമെങ്കിൽ വെയിലുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. വാഹനത്തിന്റെ ഇന്റീരിയർ ടോൺ എന്ന് പറയുന്നത് ഫുൾ ഒരു വൈറ്റ് സ്റ്റോണാണ് വരുന്നത്. ബാക്കിലത്തെ സീറ്റും അത്യാവശ്യം ലക്ഷറി ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ചാർജിങ് യൂണിറ്റിന്റെ ബോക്സും കാര്യങ്ങളായിട്ട് ഇരിക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള വാഹനം എങ്ങനെയുണ്ട്, പൊളിച്ചിട്ടില്ലേ? ഈ ഒരു സൈഡിലാണ് ഈ വാഹനത്തിന്റെ വെന്റിലേറ്റഡ് സ്വിച്ചിന്റെ ആ സീറ്റ് വരുന്നത്. ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ നമുക്ക് 315 കിലോമീറ്റർ ആണ് റേഞ്ച് കിട്ടുക. ലോങ് റേഞ്ച് ആണ് എന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ 421 കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ റേഞ്ച്. ഇവിടെ അത്യാവശ്യം നല്ല കൂൾഡ് ഗ്ലോ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. അതും ഒരു ബ്ലാക്ക് സ്റ്റോണിലാണ് സെറ്റ് ചെയ്ത് വെച്ചാണ് കമ്പനി. അപ്പോൾ എങ്ങനെയുണ്ട് ഓവറോൾ ഇന്റീരിയർ? ഒരു പക്കാ ലക്ഷറി കാർ. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ മാക്സിമം ലക്ഷറി ഫീച്ചേഴ്സും നമുക്ക് ടാറ്റ മോട്ടോഴ്സ് തരുന്നുണ്ട്. പഠിച്ചിട്ടില്ലേ കാര്യങ്ങളൊക്കെ? നമ്മുടെ ഷോർട്ട് റേഞ്ച് വാഹനത്തിലാണെങ്കിൽ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മാണ് വരുന്നത്. ലോങ് റേഞ്ചിലും മാത്രമല്ല കേട്ടോ ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്നത്. അത് മാത്രമല്ല, ഒരു അപ്ഡേഷനോടെയും പറഞ്ഞിട്ട് നമ്മുടെ പുറത്ത് യൂസ് ചെയ്യുന്ന ചാർജറിന്റെ സ്റ്റാൻഡേർഡ് എത്രയാണെന്നറിയോ? CC-S2 ആണ് ചാർജറിന്റെ ആ സ്റ്റാൻഡേർഡ്. ഫ്രണ്ടിൽ ചാർജിങ് ആക്കി തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ വാഹനത്തിന്റെ ഭംഗി. പിന്നെ ഇതാണ് കോ ഡ്രൈവറിന്റെ സീറ്റിന്റെ ഭാഗം. ഇവിടെ നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ് ആ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം കിട്ടുന്നുണ്ട്, അതുപോലെ ഹെഡ് റൂമും. ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഈ ഒരു ഭാഗം പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് സീറ്റിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോയാലോ? ബാക്ക് സൈഡ് ഇങ്ങനെ തുറന്നിട്ട് നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കി എങ്ങനെയുണ്ട് കംഫർട്ട്. വാഹനത്തിന്റെ 4 ഡോറും 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. വയസ്സായാലും കൊണ്ട് സിമ്പിളായിട്ട് കയറിയിരിക്കാൻ പറ്റും. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ആംറസ്റ്റ് വരുന്നുണ്ട്. അതാണ് ലെഗ് സ്പേസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹൈറ്റുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ലെഗ് സ്പേസും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ചാർജിങ് യൂണിറ്റിന്റെ ബോക്സും കാര്യങ്ങളും. സെൻട്രൽ ഭാഗത്ത് AC കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ചെറുതൊക്കെ വരുന്നുണ്ട്. എന്നാലും AC ഇട്ട് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി വാഹനത്തിന്റെ മോട്ടറിനും അതുപോലെ തന്നെ ബാറ്ററിക്കും 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ട്. ഇനി വെഹിക്കിളിനാണെങ്കിൽ 3 കൊല്ലം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്റർ വാറണ്ടി ടാറ്റ കൊടുക്കുന്നുണ്ട്. അവിടെ ആ ഒരു എയർ ബാഗ് ഓഫ് ചെയ്ത് വെക്കാന്നുള്ള എൻ്റെ ലൈറ്റും കാര്യങ്ങളും കത്തുന്നുണ്ട്. ഇങ്ങനെയാട്ടാ ചാർജിങ്ങിന്റെ ആ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് വരണേ. പഠിച്ചിട്ടില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു വോൾവോന്റെ ഡോർ തുറന്നു വരണ പോലെ ഉണ്ട്. ഈ ഒരു സാധനം മൊത്തം ടോപ്പ് തുറന്നാലാണ് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിട്ട് വരാം. മുകളിലത്തെ ആ ഒരു സംഭവം മാത്രം ഒരു നോർമൽ ചാർജിങ്. ഇനി ഈ വാഹനത്തിന്റെ ഹൃദയത്തെ കുറിച്ച് സംസാരിച്ചാലോ? ഷോർട്ട് റേഞ്ചിനാണെങ്കിൽ നമ്മുടെ വാഹനം 60 കിലോവാട്ട് പവറും അതുപോലെ തന്നെ ടോർക്ക് 114 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാറ്ററി ആണെങ്കിൽ 25 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. 0 to 100 13.5 സെക്കൻഡാണ് വരുന്നത്. ഇനി ലോങ് റേഞ്ച് ആണെങ്കിൽ ഇവന്റെ പവർ 90 കിലോവാട്ടും 190 Nm ടോർക്കും 35 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. 9.5 സെക്കൻഡിൽ ഇവൻ 100 അടിക്കൂട്ടാ. പൊളിച്ചില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.